കാലം ഒരു നദിയായിട്ട് സങ്കല്പിക്കുമ്പോൾ ആദ്യം അങ്ങനെയാണ് എന്റെ ചിന്ത പെട്ടെന്ന് വന്നത് ടൈറ്റിൽ കണ്ടപ്പോൾ. അപ്പൊ അങ്ങനെ ഒരു നദി എന്നുള്ള ഒരു വശത്തോടെ ചിന്തിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ഒരു പെയിന്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. സാൽവദോർ ദാലിയുടെ പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി, സ്മരണകളുടെ ഒരു ദൃഢാഗ്രഹം അല്ലെങ്കിൽ ഒരു സ്ഥിര സ്മരണ എന്ന് പറയുന്ന ആ ഒരു ചിത്രമാണ് മനസ്സിൽ വന്നത്. എന്തുകൊണ്ട് പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി നിങ്ങളൊക്കെ കണ്ടു കാണും. ഞാനത് ഒരു വളരെ ബ്രീഫായിട്ട് പറയാം. ഈ ഉരുകി ഒലിക്കുന്ന ക്ലോക്കുകളൊക്കെയാണ് അതിനകത്തെ ചിത്രങ്ങൾ, അതിനകത്തെ ഇമേജസ്. ഒരു ഇലയില്ലാത്ത മരമുണ്ട്, പിന്നെ ഉറങ്ങിക്കിടക്കുന്ന സുപ്തമായ ഒരു ജീവി ഉണ്ട് ജലത്തിനടിയിൽ, പിന്നെ ഈ ക്ലോക്കുകളാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് പലരോടും അതൊരു സറിയലിസ്റ്റ് ചിത്രമാണ്. അപ്പൊ ഡാലിയോട് ചോദിച്ചത് എന്താണ് ഈ ക്ലോക്കുകൾ എന്ന് ചോദിച്ചപ്പോൾ ഡാലി പറഞ്ഞത് ഈ ഉരുകി ഒലിക്കുന്ന ക്ലോക്കുകൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ദി ക്യാമബർത്ത് ചീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് എന്നാണ്. കാലത്തിന്റെ ഉരുകി ഒലിക്കുന്ന വെണ്ണക്കട്ടികളാണ് ഡാലി പറഞ്ഞത്. ഇപ്പൊ ഈ സമയത്ത് വാസ്തവത്തില് ഞാൻ ഐ എം ഇൻവോക്കിംഗ്, ഈ ടൈറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ഡാലിയെ ഇൻവോക്ക് ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം നമ്മളുടെ കേരളത്തിന്റെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തന്നെ കേരളത്തിന്റെ പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും ദൃഢമായ അല്ലെങ്കിൽ ഗാഢമായ ഒരു സറിയലിസ്റ്റ് ശൈലി ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ശ്രീ മുത്തുക്കോയുടെ വർക്കുകളിലാണ്. സറിയലിസം പ്രോപ്പർ എന്ന് പറയാവുന്ന ആ ഒരു പ്രാക്ടീസ്, ആർട്ട് പ്രാക്ടീസ് ഞാൻ കണ്ടിരിക്കുന്നു മുത്തുക്കോയുടെ വർക്കുകളിലാണ്. ഇത് ഞങ്ങൾ ഒരുമിച്ച് ക്യാമ്പുകളിലൊക്കെ ധാരാളം ക്യാമ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ഇങ്ങനെ ഞങ്ങൾ മുത്തുക്കോയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകളിലൊക്കെ ഒരു പെട്ടി ബോക്സ് പോലത്തെ ഒരു ഇമേജസ് സ്ഥിരം വരാറുണ്ട്. ഇപ്പൊ അതധികം കാണാനില്ല. അപ്പൊ അന്നിങ്ങനെ ഞങ്ങൾ ഒരിക്കലും ഒരു സിൽവർ സയൻസിലാണെന്ന് ഒരു ക്യാമ്പ് നന്ദനൊക്കെ ഉണ്ടായിരുന്നു, ജയന്തനൊക്കെ ഉണ്ടായിരുന്നു. ആ ക്യാമ്പ് അടക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ ഒരു ഇമേജ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്തുക്കോയിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പിന്നെ പുള്ളി കുറെ നേരം ആലോചിച്ചിട്ട് ചിലപ്പോൾ എനിക്കിപ്പോൾ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വളരെ കുട്ടിക്കാലത്ത് വെരി ഏർലി മെമ്മറി ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് ഇൻ ലക്ഷദ്വീപ്. അത് കഴിഞ്ഞ് പിന്നെ കണ്ണൂർക്ക് വരുന്നു. ആ യുദ്ധകാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഏർലി മെമ്മറി വരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ കുട്ടി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഓർമ്മ പോകുന്നത് ദിവസവും വീടിന്റെ മുമ്പിൽ റോട്ടിൽ കൂടെ ഇങ്ങനെ ട്രക്ക് ലോഡ്സ് ഓഫ് ഡെഡ് ബോഡീസ് കൊണ്ടുവന്നാണ്. അങ്ങനെ ഒരു ഓർമ്മ എന്തോ മനസ്സിലുണ്ട്. അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞു ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അറിയാതെ ചിലപ്പോൾ ഈ വരുന്ന ഈ ബോക്സ് രൂപങ്ങളൊക്കെ അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഈ മരണത്തിന്റെയും കോഫിൻ എന്നുള്ള സങ്കല്പത്തിന്റെയൊക്കെ ആവാം എന്ന് മുത്തുക്കോയ എന്നത് പറഞ്ഞിട്ടുണ്ട്. ഇത് സറിയലിസ്റ്റ് പ്രാക്ടീസിൽ തന്നെ ഇങ്ങനെയാണ്. കാരണം സറിയലിസ്റ്റ് ഒരു ആർട്ടിസ്റ്റന്മാർക്ക് അവർക്ക് അറിയില്ല അവരെന്ത് ഇമേജാണ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതോ അവർക്ക് അറിയില്ല. അബോധ മനസ്സിൽ വരുന്ന ഇമേജസ് ആണ് പുറത്തേക്ക് വരിക. പിന്നെ മുത്തുക്കോയോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് സറിയലിസ്റ്റിലേക്ക് വന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതം അനുശാസിക്കുന്ന ചില നിബന്ധനകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ വിഗ്രഹങ്ങളുടെ ആവിഷ്കാരം ഞങ്ങളുടെ മതത്തിലൊരു ടാബുവാണ്, ഒരു വിലക്കാണ്. അപ്പൊ അതിനെ മറികടക്കാൻ സബ് കോൺഷ്യസ് മൈൻഡിൽ കൂടി വന്നിരിക്കുന്ന ഒരു ടെക്നിക്കാണ് ഫാന്റസി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഹുസൈൻ്റെ കല എങ്ങനെയുണ്ട്, നമുക്ക് ധാരാളം മുസ്ലിം പെയിന്റേഴ്സ്, വളരെ പ്രശസ്തരായ പെയിന്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ മുത്തുക്കോയുടെ ആൻസർ ഇതായിരുന്നു, അവരുടെയൊക്കെ സ്റ്റോക്ക് പേർഷ്യൻ സ്റ്റോക്കാണ്. പേർഷ്യൻ കല ഇന്നും നമ്മളുടെ ഭാരതത്തിലെ മിനിയേച്ചർ കലയുടെയൊക്കെ ഒരു ഉത്ഭവ മാസത്തില് പേർഷ്യൻ വന്നിരിക്കുന്ന മിനിയേച്ചർ ട്രഡീഷനാണ്. അപ്പൊ ഇത്ര വളരെ ഗാഢമായിട്ട് ഈ സറിയലിസ്റ്റിലേക്ക് താൻ എന്തുകൊണ്ട് വന്നു എന്നൊക്കെയുള്ള ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷൻ, ആ ഒരു ട്രാജക്ടറി മുത്തുക്കോയുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അദ്ദേഹത്തിന്റെ മാറിയിട്ടുണ്ട്, എന്നാലും അദ്ദേഹത്തിന്റെ തീമുകളൊക്കെ ആ ഒരു രീതിയിലുള്ള ഫാന്റസി തന്നെ ഒരു സോഷ്യൽ ക്രിറ്റിസമായിട്ട് വരുന്ന രീതിയിലുള്ള സ്കെച്ചസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചിക്കു, ഈ രണ്ടുപേരെയാണ് കേരളത്തിൽ കൃത്യമായ സറിയലിസം പ്രാക്ടീസ് ചെയ്യുന്ന രണ്ടുപേര് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് മുത്തുക്കോയാണ്, മറ്റൊരു ചിക്കുവാണ്. കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഒരു ആബ്സ്ട്രാക്ഷൻ അല്ല, ആബ്സ്ട്രാക്ഷൻ ഒരിക്കലും സറിയലിസം ആവില്ല. ആ സറിയലിസ്റ്റ് രീതിയിൽ ആ ഗ്രാമറിൽ പ്രാക്ടീസ് ചെയ്ത രണ്ട് കലാകാരന്മാരും കലാപീഠമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഒരാളൊരു ഗുരുസ്ഥാനീയനാണ്, മറ്റു ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സുഹൃത്തായിരുന്ന ചിക്കുവിനെ ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ധാരാളം അങ്ങനത്തെ ചില അനുഭവങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ കാലം എന്ന് പറയുന്ന നമ്മൾ ആ സങ്കല്പത്തിനെ കുറിച്ച് പറയുമ്പോൾ സറിയലിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ, മുത്തുക്കോയുടെ പെർസ്പെക്റ്റീവ് നമ്മൾ കാലത്തിനെ ചിന്തിക്കുമ്പോൾ കാലം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു തോന്നലാണെന്ന് പറയാം. അപ്പൊ നമ്മൾ കാലം ടൈം പാസ് എന്നൊക്കെ പറയുമ്പോഴും അതൊരു തോന്നലാണ്.
ഈ തോന്നല് നമ്മൾ എങ്ങനെ അതിന് വാല്യൂ കൊടുക്കുന്നുള്ളതനുസരിച്ച് അത് വർത്തമാനകാലമായിട്ട് വരുന്നു, അതിന്റെ പ്രസക്തി വരുന്നു. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഇപ്പോൾ കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംബിയൻസിൽ എനിക്കുള്ള കാലം എന്ന് പറയുന്നത് കലാപീഠ കാലമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാം ആ കലാപീഠത്തിന്റെ നിഴൽ വീണ മുറ്റത്തിരുന്ന് ഞങ്ങൾ നടത്തിയിരുന്ന ചർച്ചകളും ഞങ്ങൾ അവിടെ നടത്തിയിരുന്ന ശില്പശാലകളും കലാമാഷയ്ക്ക് ഓർക്കാണ്. ആ വാഗ്വാദങ്ങളും ആ ശില്പശാലകളും പ്രദർശനങ്ങളും ഒക്കെ മനസ്സിൽ വരികയാണ്. അതിന്റെ തണലിൽ വളർന്നു വന്നവരാണ് ഞങ്ങളെല്ലാവരും. ഞാനത് അക്നോളജ് ചെയ്യാൻ ആവശ്യം. ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും ഊർജ്ജം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്ന സമ്പർക്കത്തിന്റെ ആ ഒരു സ്പന്ദനങ്ങളും ആ ഒരു സ്ഫോടനങ്ങളൊക്കെയാണ് ഞങ്ങളുടെ വർക്കുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു സന്ദർഭത്തിലൂടെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. പിന്നെ നമ്മുടെ ഗാലറിയുടെ പേര് പറഞ്ഞു, ഗയ എന്ന് പറഞ്ഞു. അത് സുരേഷ് എല്ലാം കൂടി ഏത് അർത്ഥത്തിലാണ് ഗയ എന്ന് ഉപയോഗിച്ച് എനിക്കറിയില്ല. ബുദ്ധഗയ എന്നുള്ള രീതിയിലാണോ? ഞങ്ങളെ സംബന്ധിച്ച് സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഗയക്ക് വേറൊരു തലമുണ്ട്. ഗയ നമ്മളുടെ ഗ്രീക്ക് പുരാണങ്ങളിൽ ഗയ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പ്രകൃതി ദേവതയാണ്. പ്രകൃതി അതാണോ ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. പ്രകൃതി ദേവത ഗയ എന്ന് പറഞ്ഞിട്ട് പ്രകൃതി ദേവതയാണ്. ഗയയുടെ മകളായിരുന്നു ഡെമെറ്റർ എന്ന് പറഞ്ഞ ഡെമെറ്റർ പ്രകൃതി ദേവതയായിരുന്നു. ഡെമെറ്ററുടെ മകളാണ് പെർസിഫണി. അപ്പൊ ഇവര് 3 പേരും പ്രകൃതി ദേവതകളാണ്. അതിനെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. ഒരിക്കൽ പെർസിഫണിയെ ഇങ്ങനെ പ്ലൂട്ടോ, നമ്മുടെ യമൻ എന്ന് പറയുന്ന പ്ലൂട്ടോ കൊണ്ട് പെർസിഫണിയെ അടിച്ചുകൊണ്ട് പോവാണ്, പാതാളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഡെമെറ്റർ ഇങ്ങനെ ലോകത്തിലുടനീളം ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്, എവിടെ എന്റെ മോളെന്ന് ചോദിച്ചു നടക്കുക. അപ്പൊ ഏതോ വൃക്ഷങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പ്ലൂട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഡെമെറ്റർ ദൈവങ്ങളുടെ അടുത്ത് ചെന്നു, എന്റെ മകളെ തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവര് പ്ലൂട്ടോട് പറഞ്ഞു, പ്ലൂട്ടോ ഒന്നും സാധിക്കില്ല, എന്റെ വൈഫാണ് ഇപ്പോൾ എന്ന് പറയുന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ഡെമെറ്റർ ചെയ്തത് 1 വർഷത്തേക്ക് ഈ കാർഷികമായ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു. ദൈവങ്ങൾക്ക് പോലും വെള്ളമില്ല, ജലമില്ല, ഇത് കിട്ടുന്നില്ല, ഫലമൂലങ്ങൾ കിട്ടുന്നില്ല, അവർക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കാൻ സാധിക്കുന്നില്ല. ദൈവങ്ങൾക്ക് അവസാനം പേടി പിടിച്ചിട്ട് 1 വർഷം കഴിയുമ്പോൾ ഡെമെറ്ററിനെയും വിളിച്ചു, പ്ലൂട്ടോയും വിളിച്ചിട്ട് ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി എന്നാണ്. ആ കോംപ്രമൈസ് ഇതാണ്: 6 മാസം ഈ പെർസിഫണി അമ്മയുടെ കൂടെ ഭൂമിയിൽ താമസിക്കും, 6 മാസം ഹസ്ബൻഡിനൂടെ പാതാളത്തിൽ താമസിച്ചു. അപ്പൊ ഈ നമ്മളുടെ പ്രകൃതിയിൽ വരുന്ന ആ ഋതുക്കളുടെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങളാണ്. ആ വസന്തം, അതുപോലെ തന്നെ ഭീഷ്മം, അല്ലെങ്കിൽ എന്താ പറയാ ശിശിരം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ, ഹേമന്തം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ പ്രകൃതി എങ്ങനെ മാറുന്നു എന്നുള്ളത് ഒരു മനോഹരമായ മിത്തായിട്ട് വർക്ക് ചെയ്തതാണ്. അത് പിന്നീട് നമ്മൾ ഇന്ന് ഇക്കോളജിക്കൽ കോൺഷ്യസ്നസ്, ഇക്കോളജിക്കൽ ഡിബേറ്റുകളിലൊക്കെ അതിനെ വിളിക്കുന്ന പേര് ഗയ കോൺഷ്യസ്നസ് ആണ്. ഗയ കോൺഷ്യസ്നസ് വലിയൊരു കോൺസെപ്റ്റാണ്. അതിനെക്കുറിച്ച് ധാരാളം സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ആ പേര് എനിക്ക് വളരെ സാർത്ഥകമായ ഒരു പേരായി തോന്നി. ഇവിടെ ഈ എക്സിബിഷനിൽ ഞാൻ ഗയയെ കണ്ടു, ഡെമെറ്ററിനെ കണ്ടു, പെർസിഫണിയെ കണ്ടു. അത് ജയേന്ദ്രന്റെ വർക്കുകളാണ്. ഇവരൊക്കെ, ഇത് ഗയയാണ്, അത് ഡെമെറ്ററാണ്, ഡെമെറ്ററിന്റെ മോളാണ് പെർസിഫണി. ഇവര് മുഴുവൻ പ്രകൃതി ദേവതമാരാണ്. ബ്രില്യൻ വർക്ക്. അപ്പൊ ഇങ്ങനൊരു പ്രദർശനത്തിൽ പങ്കെടുക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും നിങ്ങളെയൊക്കെ കാണാനും കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.